ഷിയാസും ശോഭയും കയറി കഴിഞ്ഞപ്പോൾ തന്നെ ആദ്യം പണി കൊടുക്കുന്നത് അനീഷിനിട്ടും ഷാനവാസിനിട്ടുമാണ്. നിലവിൽ ലൈവിൽ ഷാനവാസും അനീഷും അവിടെ ബെഡ്റൂം ക്ലീൻ ചെയ്യണം, അവിടെ പൊടികളെല്ലാം തൂത്തുവാരണം, എല്ലാം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി ഇടണം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. കാരണം ഹൗസ് കീപ്പിംഗ് ഒക്കെ ചെയ്യുന്നത് ഷാനവാസും അനീഷും കൂടെ ഒരുമിച്ചാണ്. പക്ഷേ ശോഭയും ഷിയാസും കയറി കഴിഞ്ഞപ്പോൾ തന്നെ ആദ്യത്തെ കുറ്റം കണ്ടുപിടിക്കുന്നത് ബെഡ്റൂമിലാണ്. ബെഡ്റൂമിലേക്ക് നേരെ ചെന്ന് കഴിഞ്ഞിട്ട് എന്താണ് ഇവിടെ വളരെയധികം പൊടിയാണല്ലോ എന്ന് പറഞ്ഞ് ശോഭ തുമ്മുന്നു. അതുമാത്രമല്ല ഷിയാസ് വന്നിട്ട് ഏതൊരു ബെഡിൽ ചൂണ്ടിക്കാണിച്ചിട്ട് ഇതൊന്നും ക്ലീൻ അല്ലല്ലോ, ഇതൊന്നും ക്ലീൻ അല്ലല്ലോ എന്നൊക്കെ അവർ കംപ്ലൈൻറ്റ് പറയുന്നുണ്ട്. ലൈവിൽ പക്ഷേ ഷാനവാസും അനീഷും വൻ ചർച്ചയാണ്. അവർ വരുമ്പോൾ നമുക്ക് എല്ലാം ക്ലീനാക്കി ഇടണം, മാത്രമല്ല അവർ മാറി നിൽക്കുന്ന സമയത്ത് അവർ കേൾക്കണം, പക്ഷേ അവരെ കേൾപ്പിക്കാനാണ് നമ്മൾ സംസാരിക്കുന്നത് തോന്നരുത്. നമ്മുടെ കഷ്ടകഥകൾ, വീട്ടിലെ കൊച്ചിന് ഫീസ് അടയ്ക്കണം, അങ്ങനെ വീട്ടിലെ കുറേ ദാരിദ്ര്യങ്ങൾ നമ്മൾ പറയണം. പക്ഷേ അവരെ കേൾപ്പിക്കാൻ വേണ്ടി പറയുന്നതാണെന്ന് വിചാരിക്കില്ല, പക്ഷേ അവർ കേൾക്കണം. അപ്പോൾ കോയിൻ തരാൻ വേണ്ടിയിട്ടാണ് അനീഷും ഷാനവാസും ഈ പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ ഇവരെ പ്ലാനെല്ലാം അട്ടിമറിച്ചുകൊണ്ട് കയറി വരുമ്പോൾ തന്നെ ഒരു കുറ്റം കണ്ടുപിടിക്കുന്നത് അനീഷിൻ്റെ ഷാനവാസിൻ്റെയുമാണ്. കാരണം ക്ലീൻ ചെയ്യുന്നത് അവരാണ്. അവർ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അവർ റൂം ഇട്ടിട്ടില്ല എന്നാണ് ശോഭയും ഷിയാസും കയറി വന്നപ്പോൾ അവർ കാണിക്കുന്ന ആറ്റിറ്റ്യൂഡിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും ശോഭയും ഷിയാസും കയറി കഴിഞ്ഞിട്ടാണ് റിയാസ് കയറുന്നത്. റിയാസ് കയറി കഴിയുമ്പോൾ തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതൊക്കെ കാണുന്നതിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.